ഡോക്ടർ എം എൻ കാരശ്ശേരി, ജഡ്ജി ശേഖർ യാദവിന്റെ പ്രസംഗത്തിൽ ഒരു അന്യമത വിദ്വേഷവും ശ്രീ ആർ വി ബാബുവിന് കാണാനാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഭൂരിപക്ഷം ആണല്ലോ, ഭൂരിപക്ഷത്തിന്റെ വോട്ടിൽ ഭൂരിപക്ഷം കിട്ടി ജയിക്കുന്നവർ അപ്പോൾ ഭൂരിപക്ഷ തീരുമാനം നടപ്പാക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലാക്കൽ. സ്മൃതി, ഞാൻ വക്കീലല്ല, നിയമം പഠിച്ചിട്ടുമില്ല. ഞാനൊരു മതേതര ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്കാണ് സംസാരിക്കുന്നത്. നിയമപരമായി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മുടെ പ്രശാന്ത് പത്മനാഭനെ പോലുള്ള സുഹൃത്തുക്കൾ തിരുത്തട്ടെ. ഒന്നാമത്തെ കാര്യം, മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ പല സ്ഥാപനങ്ങളെയും നശിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നീതിന്യായ കോടതി. നീതിന്യായ കോടതിയിലും ജഡ്ജിമാരിലും ജനങ്ങൾക്കുള്ള വിശ്വാസം നശിപ്പിക്കുന്നതിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലത്തെ അന്തരീക്ഷം വളരെ സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പഠിച്ചത് ജനാധിപത്യത്തിലെ 4 സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് നീതിന്യായ വ്യവസ്ഥ എന്നാണ്. അപ്പോൾ നമുക്ക് നീതി കിട്ടാൻ അവസാനത്തെ അഭയം കോടതിയാണെന്നാണ്. ആ കോടതി വാസ്തവത്തിൽ എങ്ങനെയാണ് കെട്ടുപോയത് എന്ന് ഇന്നല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 ജനുവരിയിൽ ചെലമേശ്വരൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാർ ഒരു പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിരുന്നു. അതിൽ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ നമ്മുടെ മലയാളിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉണ്ടായിരുന്നതിൽ ഈ അന്തരീക്ഷം എങ്ങനെയാണ് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥതയ്ക്കും വിധേയമായി കെട്ടളിഞ്ഞു പോകുന്നത് എന്ന് അന്ന് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 4 ജഡ്ജിമാർ, അതിപ്പോൾ 5-6 കൊല്ലമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഒരു രംഗം എന്താണ്? റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർ ഗവർണറാവുന്നു, അല്ലെങ്കിൽ MP ആവുന്നു, അല്ലെങ്കിൽ MLA ആവുന്നു, അല്ലെങ്കിൽ വല്ലയിടത്തും മന്ത്രിയാവുന്നു. അപ്പോൾ ജഡ്ജിമാർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥാനവും സ്വീകരിക്കാൻ പാടില്ല എന്നീ നാട്ടിൽ നിയമമില്ല. ആ നിയമം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇവിടെ ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ തന്നെ പലതരത്തിലുള്ള സ്വജനപക്ഷപാതമുണ്ട്. അത് പലപ്പോഴും വാർത്ത വരാറുണ്ട്, അതൊക്കെ പിന്നെ മുങ്ങിപ്പോവും. പിന്നെ ഇപ്പോൾ ശേഖർകുമാർ യാദവ് പ്രസംഗിച്ചതിൻ്റെ വിശദാംശങ്ങൾ പത്രത്തിൽ കണ്ട അറിവേ എനിക്കുള്ളൂ. അപ്പോൾ അതിൽ വരുന്ന ഒരു കാര്യം, ഈ ജഡ്ജ്മെൻറ്റ്, ഈ ജസ്റ്റിസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ന്യായമായ ഒരു പദവി രാഷ്ട്രീയത്തിലോ വേറെ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളിലോ താല്പര്യമുണ്ട് എന്നാണ്. അപ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയക്കാർ ജഡ്ജിമാരെയും ജഡ്ജിമാർ രാഷ്ട്രീയക്കാരെയും പ്രീണിപ്പിക്കുന്ന ഒരവസ്ഥയായാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കഥ എന്താവും എന്നുള്ളതാണ്. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ ആർ വി ബാബു പറഞ്ഞൊരു കാര്യം എന്നെ ശരിക്കും അമ്പരപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൽ എല്ലാം ഭൂരിപക്ഷം അനുസരിച്ചാണ്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അങ്ങനെയല്ല. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ അടിമത്തം നിരോധിച്ച രാജ്യമാണ് ഇന്ത്യ. അടിമത്തം ശരിയാണ് എന്ന് ഭൂരിപക്ഷം പറഞ്ഞാൽ അത് ശരിയാവുമോ? നമ്മൾ നിരോധിച്ചു അയിത്തം, ഭൂരിപക്ഷം അനുസരിച്ച് അയിത്തം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? നമ്മൾ നിരോധിച്ചു നരബലി, ഭൂരിപക്ഷം അനുസരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? നമ്മൾ നിരോധിച്ചു സതി, ഭൂരിപക്ഷം അനുസരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതിൻ്റെ പല ഘടകങ്ങളിലൊന്ന് മാത്രമാണ്. അതിനെ ജനാധിപത്യത്തെ നയിക്കേണ്ടത് ഉന്നതമായ മാനവികതാ മൂല്യങ്ങൾ, തുല്യത, നീതി തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അത്തരം ജനാധിപത്യ മൂല്യങ്ങളെയാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ അയിത്തത്തിന് എല്ലാവരും അനുകൂലമാണ് എന്ന് പറഞ്ഞ് അയിത്തം മടങ്ങി വന്നത് എന്തായിരിക്കും സ്ഥിതി? ആളുകൾക്കിപ്പോൾ ബോധം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഭൂരിപക്ഷവാദമാണ് ജനാധിപത്യം എന്നുള്ളത് നിർഭാഗ്യവശാൽ ഒരു തെറ്റിദ്ധാരണയാണ്. അതിലെ ഒരു കണ്ടീഷൻ, ഒരു നിബന്ധന മാത്രമാണ് ഭൂരിപക്ഷം. മറ്റത് ഇപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആവണ്ട എന്നിവിടെ ഭൂരിപക്ഷം ആൾ തീരുമാനിച്ചു, അല്ല ഇവിടെ രാജാധിപത്യം മതി എന്ന് ഭൂരിപക്ഷം ആൾ തീരുമാനിച്ചു. അങ്ങനെ പറയുന്ന എത്രയോ ആളുകളുണ്ട്, രാജാക്കന്മാരുടെ കാലമാണ് നല്ലതെന്ന്. അതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം ജനാധിപത്യത്തിലെ മൂല്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തുല്യത, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്
പൗരാവകാശങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന മട്ടിൽ, അവർക്ക് ഈ ഇവിടെ സ്വൈര്യജീവിതം നഷ്ടപ്പെടുത്തുന്ന മട്ടിൽ, അവരുടെ പൗരാവകാശത്തെ ഹനിക്കുന്ന മട്ടിൽ ഒരാൾ പെരുമാറാൻ പാടില്ല. ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാർ പലപ്പോഴും വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാ പാർട്ടിക്കാരും കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ ഈ തരത്തിൽ വിദ്വേഷപ്രസംഗം നടത്താറുണ്ട്. വിദ്വേഷപ്രസംഗം നടത്തിയാൽ കോടതിക്ക് സ്വയമേവ കേസെടുക്കാം. പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജിനെ അങ്ങനെ FIR ഇടാൻ പറ്റില്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സമ്മതമില്ലാതെ. അവന് 2/3 ഭൂരിപക്ഷം കിട്ടാതെ അദ്ദേഹത്തെ impeach ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ അലഹബാദ് ഹൈക്കോടതി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1975 ഇന്ദിരാഗാന്ധിയുടെ റായ്ബറേലി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധിയെപ്പറ്റിയാണ്. ഈ ഇപ്പോഴത്തെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശ്രീ യാദവ് നടത്തിയ പ്രഭാഷണം എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ന്യായാധിപന്മാർ സംസാരിക്കാൻ പാടില്ല. അവർക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ, അവർക്ക് ഈ തരത്തിൽ അവരുടെ പണിയെടുക്കണമെങ്കിൽ അവർ മധ്യത്തിൽ നിൽക്കണം, ഒരു പക്ഷത്തേക്കും ചായാതെ. അതിപ്പോൾ RV ബാബു ദയവായി തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ന്യൂനപക്ഷത്തെ പറ്റി ഈ തരത്തിൽ പ്രീണിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞാൽ ഞങ്ങളൊക്കെ എല്ലാവരും അത് നന്നായി എന്നതിന് പിന്തുണയ്ക്കുന്ന ആളുകളാണ്. നീതി എന്ന് പറയുന്നത് അത് അന്ധമാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ചിത്രം കാണുന്നുണ്ടല്ലോ. മാത്രമല്ല ഇതിപ്പോൾ സമസ്തയുടെ സെക്രട്ടറിയുടെ ഒരു പ്രതികരണത്തെ എങ്ങനെയാണ് ഒരു ജഡ്ജിയുടെ പ്രസംഗവുമായി താരതമ്യപ്പെടുത്തുക? ജഡ്ജി എവിടെ നിൽക്കുന്നു, സമസ്ത എന്നൊരു സംഘടനയുടെ സെക്രട്ടറി എവിടെ നിൽക്കുന്നു? അല്ല, RV ബാബുവിൻ്റെ ആ താരതമ്യം അലഹബാദ് ഹൈക്കോടതി ജഡ്ജിന് ഒരു അവമാനമായിട്ട് വരാം. കാരണം ഇതൊരു മതസംഘടനയുടെ ഒരു വിമത നേതാവ് അദ്ദേഹത്തിൻ്റെ ശുണ്ഠി എടുത്തൊരു സമയത്ത് പറഞ്ഞാണ്. ആ പറഞ്ഞത് അങ്ങേയറ്റം അപലപനീയമാണ് എന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരിക്കലും ഒരു സംശയം ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോഴും അത് ആവർത്തിച്ച് പറയുന്നു. ഉമർ ഫൈസി ആ പറഞ്ഞ പ്രസ്താവന അതോടെ ആവർത്തിക്കാൻ വയ്യ. അത് അങ്ങേയറ്റം അപലപനീയമാണ്, അത് രാജ്യത്തിന് അവമാനമാണ്, യാതൊരു സംശയമില്ല. അങ്ങനെ ഈ നാട്ടിൽ ആരും ആരെപ്പറ്റിയും സംസാരിക്കാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ്, കാരണം സത്യപ്രതിജ്ഞാ ലംഘനമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരമേറ്റ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏറ്റവും വലിയ ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ആളാണ്, നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളാണ് ഹൈക്കോടതി ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും അതുപോലെ എല്ലാ വകതിലുള്ള എല്ലാ ഇന്ത്യക്കാർക്കും അവമാനകരമായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. പക്ഷേ ഇതൊക്കെ സാമാന്യവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചതിന് ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.